ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ബ്രൂണയിലെ ഒരു സ്ഥലമായിട്ടുള്ള തെംബ്രോങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അതൊരു ഐലൻഡാണ്. ബ്രൂണയിൽ മൊത്തത്തിൽ 4 ഡിസ്ട്രിക്റ്റാണ് വരുന്നത്. അപ്പോൾ അതിലൊരു ഡിസ്ട്രിക്റ്റാണ് തെംബ്രോങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ തെംബ്രോങ് പോകുന്നത് ഒരു ബ്രിഡ്ജിലൂടെയാണ് കേട്ടോ. അപ്പോൾ ബ്രിഡ്ജിൽ കയറിയാൽ പിന്നെ പെട്രോളൊന്നും അടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് പെട്രോൾ അടിച്ചു കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ പാലത്തിൽ കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ തെംബ്രോങ്ങൊക്കെ ആദ്യം ആളുകൾ പോയിരുന്നതൊക്കെ ബോട്ട് വഴിയായിരുന്നു. ഇപ്പോൾ ആളുകൾ പോകുന്നത് ഇതാ 4 വർഷമായിട്ടാണ് ഈ തെംബ്രോങ് ബ്രിഡ്ജ് പണിതത്. അപ്പോൾ അതിനുശേഷം ആളുകൾ ഇങ്ങനെയാണ് പോണത്. അതുവരെ ബോട്ടിനായിരുന്നു കേട്ടോ. ഇത് മൊത്തത്തിൽ 40 കിലോമീറ്റർ നീളത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പോൾ പണി തീർന്നിട്ടുള്ളത് 27 കിലോമീറ്റർ നീളത്തിലാണ് ഇപ്പോൾ പണി തീർന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ബ്രിഡ്ജ് കാണാൻ. പിന്നെ ഈ ബ്രിഡ്ജിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടാക്സ് വേണ്ട കേട്ടോ. എവിടെയും ടോള് ഇതൊന്നുമില്ല. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ടോളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ടോളില്ലാതെയാണ് പോണത്. ഈ പാലത്തിലൂടെ അങ്ങനെ പോകുമ്പോൾ നല്ലൊരു വ്യൂ ആട്ടോ. ഇവിടെ ആ തെംബ്രോങ് ഭാഗത്ത് മൊത്തത്തിൽ കണ്ടൽക്കാടുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്നും മഴ പെയ്തുകൊണ്ടിരിക്കും. നല്ല ഭംഗിയാണ് കാടും ഇതൊക്കെ കാണുമ്പോൾ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ബ്രൂണയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇവിടുത്തെ റോഡാണ്. അപ്പോൾ റോഡിൽ ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് 7 വർഷത്തോളമായി. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ളൊരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് കണ്ടത്. ആ റോഡിനൊന്നും ഒരു കംപ്ലൈൻറ്റ് പോലുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡെയിലി മഴ പെയ്തുകൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മഴ പെയ്താൽ റോഡ് കംപ്ലൈൻ്റ് ആയി റോഡ് മൊത്തത്തിൽ ഇതാണ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. എവിടെ ആയാലും നല്ല റോഡാണ്. ഒരു കംപ്ലൈൻറ്റ് പോലുമില്ല. ഡെയിലി മഴ പെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടായിട്ടില്ല റോഡിന്. അപ്പോൾ നമ്മളിതാ തെംബ്രോങ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും 2 ഭാഗങ്ങളിലേക്ക് മലേഷ്യൻ്റെ 2 ബോർഡറിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭാഗത്തേക്ക് പോകണം. പക്ഷേ ബോർഡർ വരെ എത്തുന്നില്ല. അവിടെ ഒരു പുഴ ഒക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആവുമെന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാണ്. ഇതവിടെ മൊത്തത്തിൽ മരങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ. പിന്നെ ഈ കാണുന്നത് തെംബ്രോങ്ങിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെ മൊത്തത്തിൽ നല്ല കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും താഴേക്ക് നമ്മൾ പോയിട്ട് അതിൻ്റെ അടിയിലായിട്ടാണ് ആ പുഴ വരുന്നത്. അവിടെ നല്ല മഴയുള്ള സമയത്തൊക്കെ നല്ല വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ മഴ കുറച്ച് കുറവാണ്. ഇപ്പോൾ ചെറുതായിട്ടുള്ള മഴകളുള്ളതുകൊണ്ട് തന്നെ വെള്ളം കുറവാട്ടോ. അവിടെ ആ ഭാഗം മുകളിൽ കാണുന്ന ആ ഭാഗം മൊത്തം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ട് കാണുമ്പോൾ തന്നെ നല്ല രസം ഉണ്ടാവലുണ്ട്. പക്ഷെ ഇപ്പോൾ വെള്ളം കുറവാണ്. എന്നാലും നല്ല ഒഴുക്കുണ്ട്. ആ വെള്ളം കണ്ടപ്പോഴേ കുട്ടികൾ പിന്നെ അതിൽ ഇറങ്ങി കളി തുടങ്ങി. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ ആ കല്ലൊക്കെ പെറുക്കുന്നുണ്ട്. കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ.
കുറേ നേരം എല്ലാവരും കാലൊക്കെ ഇട്ട് ഇങ്ങനെ കളിച്ച് അവസാനം ഡ്രസ്സൊക്കെ അഴിച്ച് കുളി തുടങ്ങി കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ വേറെയും വന്നിട്ടുണ്ട് കുളിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി. പിന്നെ ഇതാ ഈ കാണുന്നതാണ് ഇവിടുത്തെ ആദ്യം സൂ ആയിരുന്നേ. ഇപ്പോൾ അവിടെ സേഫ്റ്റി കുറവാണെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് അവിടെ മൃഗങ്ങൾ അങ്ങോട്ട് പ്രവേശനമില്ല, അവിടെ അടച്ചിട്ടിട്ടാണ്. അപ്പോഴത്തെ നോമ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് പോവാണ്. അപ്പോൾ അടുത്തുള്ള വെള്ളം സാധനങ്ങളൊക്കെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അടുത്തുള്ളൊരു പള്ളിയിൽ കയറിയിട്ട് നിസ്കരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പോയി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവിടുത്തെ ഫുഡ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു സ്പെഷ്യലൊക്കെ ഉണ്ട്, അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നോമ്പ് തുറന്ന ഉടനെ അവരെല്ലാവരും ബിരിയാണി കഴിച്ച്, പിന്നെ സൂപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ന്യൂഡിൽസാണ് കേട്ടോ കൊണ്ട് തന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഇവിടുത്തെ ഒരു ഫ്ലേവറാണ്, നല്ലൊരു നമ്മളെ നാട്ടിലെ പോലെയല്ല വേറൊരു ഫ്ലേവർ. പിന്നെ ഇതാ ഈ സാധനത്തിൻ്റെ പേര് മുർത്തബക്ക് എന്നാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ. പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, കറി ഉണ്ടായിരുന്നു. മുർത്തബക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ദംറോങ്ങും ബ്രിഡ്ജും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരോടും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.